ഞാൻ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വരുന്നത്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ പേര് പറയാം. ഓമന കുഞ്ഞിപ്പാലു എന്നാണ് എൻ്റെ പേര്. ആദ്യമായി ഉണ്ടാക്കുന്നത് ഗോതമ്പ് കൊണ്ടുള്ള ഡയമണ്ട് കട്ട് എന്ന് പറഞ്ഞ ഒരു പേരുള്ള ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ തിന്നാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ ആശീർവാദിൻ്റെ ചപ്പാത്തി വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ മോഡേൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിലെ ചപ്പാത്തി വാങ്ങിക്കും. ഓരോ ചപ്പാത്തിയും ഇതിൽ നിന്നും എടുത്തിട്ട് ഇതിൽ നിന്ന് ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഇതിന് ഒരു സ്പൂണുണ്ട്, പിന്നിൽ ഒരു കട്ട് ചെയ്യുന്ന ഒരു ഇതുപോലെയുള്ളൊരു സ്പൂണുണ്ട്. അതാണെങ്കിൽ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് കത്തി ഉപയോഗിക്കാം. ഇത് സ്കെയിൽ ചരിച്ച് വെച്ചിട്ട് ഇത് കട്ട് ചെയ്യണം. ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഓരോ പീസുകളായിട്ട് എടുത്തിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കുക. സൈഡ് ചരിച്ച് ഇങ്ങനെ കുറേ കഷ്ണങ്ങളാക്കി എടുക്കുക. അങ്ങനെ ഓരോ പീസുകളും ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കേണ്ടി വരും. ഈ പീസും അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി എടുക്കുക. ഈ പീസും ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ നുറുക്കിയെടുക്കുക. ഇതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് വയ്ക്കുക. ഇങ്ങനെ ഒരു 5 എണ്ണം ചപ്പാത്തി എടുത്തിട്ട് നമ്മളിതുപോലെ കട്ട് ചെയ്ത് വയ്ക്കണം. ആദ്യം തന്നെ ഗ്യാസ് ഓണാക്കുക. അതിന് ശേഷം വെളിച്ചെണ്ണ കുറച്ച് ഒരു വിധം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ചൂടാവണം എണ്ണ. നല്ലതുപോലെ ചൂടാവട്ടെ. ഒരുവിധം നല്ലതുപോലെ എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ കുറച്ച് കഷ്ണങ്ങൾ അതിൽ ഇടുക. അപ്പോൾ നല്ലതായിട്ട് ചൂടായതിന് ശേഷം ഇട്ട് കഴിയുമ്പോൾ അതിങ്ങനെ പൊളച്ച് വരും, പൊന്തി വരും. നല്ലതുപോലെ പൊന്തി വരണം. കുറച്ച് നേരം വേവിക്കേണ്ടി വരും. ഇളക്കി കൊടുക്കുക, എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ലതുപോലെ ഇളക്കുക. എന്നിട്ട് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഇളക്കണം. ബ്രൗൺ കളറാവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ആദ്യം നമുക്ക് കുറച്ച് ഫുള്ളിൽ തീ വന്നാലും കുഴപ്പമില്ല. എന്നിട്ട് കുറച്ച് നല്ലതായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്കൊരു മീഡിയം ഹൗസിൽ വയ്ക്കുക. ഇപ്പോൾ ഫുള്ളിൽ തന്നെ ഇത്തിരി വറുക്കുക. അതിന് ശേഷം നമ്മൾ കോരിയെടുക്കുക. ഗ്യാസ് സ്ലോ ആക്കുക. നല്ലതുപോലെ സ്ലോ ആക്കിയതിന് ശേഷം നമ്മൾ കോരിയെടുത്ത് എണ്ണ വാങ്ങി കഴിയുമ്പോൾ അത് പാത്രത്തിലേക്ക് ഇടുക.
നല്ലതുപോലെ എണ്ണ പോയതിന് ശേഷം നമ്മൾ ഇത് ഒരു പാത്രത്തിലേക്ക് ഇടുക. പിന്നെ ബാക്കിയുള്ളതും കൂടി ഇതിലിട്ട് വറുക്കുക. ഇത് അവസാനം ഒരു കൂടി ചെയ്തതിന് ശേഷം എല്ലാം വെന്തതിന് ശേഷം കോരി വയ്ക്കുക. അതിന് ശേഷം കോരി വെച്ചതിന് ശേഷം എല്ലാം കൂടെ ഇതിലിട്ടിട്ട് മൂടി വരികയാണ്. ഇതും കൂടി കോരി ഇതിൽ ഇടുക. അതിന് ശേഷം വേപ്പിൻ്റെ ഇല ഒരു 5-6 എണ്ണം കണ്ടോടുകൂടി ഈ ചൂടുള്ള ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം വേപ്പിൻ്റെ ഇല എല്ലാം കൂടെ ഒന്ന് ചൂടാക്കുക. അതിന് ശേഷം അത് കോരി ഇതിലേക്ക് ഇടുക. അതിന് ശേഷം ഇതിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് മുളക് ഒരു 1/4 ടീസ്പൂൺ മുളക് എടുത്ത് അതിലിട്ടതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ഇതാണ് ഇന്നത്തെ ഇത് എൻ്റെ പേരക്കുട്ടി തിന്ന് നോക്കും. എങ്ങനെ എൻ്റെ ടേസ്റ്റ് തിന്ന് പറയും. നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്മ കഴിച്ചു നോക്ക്. നല്ല മുരിവായിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക് യു.